ഒന്ന് ബി ഗോപാലകൃഷ്ണനിലേക്ക് കൂടി പോയിടാം. ബി ഗോപാലകൃഷ്ണൻ, കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് 2019 ദേവസ്വം ബോർഡിന് മാത്രമല്ല 2025 അതേ സ്പോൺസറുടെ കയ്യിൽ അതേ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് കൊടുത്തുവിട്ടത് 2019 കളവ് മായ്ക്കാനാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി ഒരു ചെറിയ മീനല്ല, ഉണ്ണികൃഷ്ണൻ പൊറ്റി ഒരു ചെറിയ മീനാണ്, കൂടെയുള്ളവർ വലിയ സ്രാവുകളുണ്ട് എന്നാണ്, അവരെ ഇതിൽ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്. ഇവിടെ നടക്കുന്നത് അസാധാരണമായ കാര്യങ്ങളല്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? 2025 ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് താങ്കളോട്. കാരണം ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹത്തിനെതിരെ ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനം യോഗത്തിൽ ഉന്നയിച്ചു, പല ആളുകളും ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറുടെ വാർത്ത താങ്കൾ വളരെ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അതിലെൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് എനിക്ക് താങ്കളുടെ മുഖത്ത് നോക്കി അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. താങ്കളോട് ഞാനത് വാട്സാപ്പിൽ ചോദിച്ചു. താങ്കൾ പറഞ്ഞത് റിപ്പോർട്ടറുടെ വാർത്തയാണ്. റിപ്പോർട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ പേരാണ്. എന്തായാലും നിങ്ങളുടെ പ്രാദേശിക ലേഖകൻ്റെ, പ്രാദേശിക റിപ്പോർട്ടറുടെ ഒരു വാർത്ത അങ്ങനെ വരുമ്പോൾ, എന്നെപ്പോലുള്ള ഒരാളെ ബേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ, ഞാനത് നിഷേധിക്കുമ്പോൾ, വാസ്തവത്തിൽ അവർക്കെതിരായിട്ട് അന്വേഷണം നിങ്ങൾ നടത്തണം. എന്താണ്, ആരാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ പറയണം. കാരണം ഈ രാജീവ് ചന്ദ്രശേഖർജി വന്നിട്ട് നാളിതുവരെ ആരും വിമർശനം ഉന്നയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു മാസമായിട്ട് സുഖമില്ലാതിരുന്നത് കൊണ്ട് യോഗങ്ങളിൽ പങ്കെടുത്തിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും സജീവമായത്. അപ്പോൾ ഇങ്ങനെ ഒരു ബേസും ഇല്ലാത്ത വാർത്ത അരുണിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ശരിയല്ല. അതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ശരി, ഒരു വരിയും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. കുറച്ച് നാളായിട്ട് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് നിങ്ങളോട് പറയുകയാണ്, നമ്മൾ നമ്മളുടെ ബന്ധത്തിൻ്റെ പേരിൽ പറയുകയാണ്, കുറച്ച് നാളായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ഈ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ട് വിമർശനങ്ങളുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും ഈ വാർത്തകൾ റിപ്പോർട്ടർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം കൂടി ഞാനൊന്ന് പറയാം. എന്ത് വിമർശനം ഉണ്ടെങ്കിലും നേരിട്ട് പറയാം, വളരെ സൗമനസ്യത്തോടു കൂടി കേൾക്കും, വളരെ വളരെ കൃത്യമായിട്ട് അതിന് മറുപടിയും പറയും. നടക്കുന്നുമില്ല. അല്ല, ഞാനിപ്പോ കേട്ട എന്റെ പേര് വെച്ച് പറഞ്ഞ വാർത്ത തന്നെ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിമർശനം അവിടെ ഉയർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ വാർത്തയിൽ എന്നെ ഉൾപ്പെടുത്തി പിന്നെ അങ്ങനെ ഒരു യോഗത്തിൽ ഒരു വിമർശനവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ അങ്ങയോട് വിയോജിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലല്ല, ആരുടെയും ചാനൽ, രാഷ്ട്രീയമായ പക്ഷപാതിത്വമുള്ള ചാനലല്ല. സ്വാഭാവികമായി വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കും. പക്ഷേ വ്യാജമായിട്ട് ഏതെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം. തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഗോപാലകൃഷ്ണൻ, അങ്ങനെ എന്തെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സ്പെസിഫിക്കായി? തീർച്ചയായിട്ടും ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ ആർക്കും വിമർശിക്കാം. ജനാധിപത്യ പ്രക്രിയയിൽ ഞാൻ പറയാം, രാജീവ് ചന്ദ്രശേഖരനെ ആർക്കും വിമർശിക്കാം. ജനാധിപത്യ പ്രക്രിയയിൽ അതിനുള്ള അവകാശമുണ്ട്. റിപ്പോർട്ടർ ചാനലിനല്ല, ഏത് ചാനലിനും വിമർശിക്കാം. പക്ഷെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചു, ശബരിമലയുടെ വിഷയത്തിൽ വിമർശിച്ചു, മറ്റു ചില കാര്യത്തിൽ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 റിപ്പോർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു ക്ലെയിം ഉന്നയിക്കുന്നു, പോസ്റ്റ് ഇടുന്നു. തൊട്ടു പിന്നാലെ നമ്മളുടെ കേന്ദ്രമന്ത്രി ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് തൊട്ടു പിന്നാലെ മുൻ പാർട്ടി അധ്യക്ഷൻ ഒരു പോസ്റ്റ് ഇടുകയാണ്. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി വന്നത് ABVPയുടെ നേട്ടം കൊണ്ടതാണെന്ന്. അങ്ങ് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്?
അല്ല, അത് ഞാൻ ചോദിക്കുന്നത് അതല്ലല്ലോ. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ടാവും. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ. അത്രേ ഉള്ളൂ. അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അധിക സമയം കളയണ്ട. നമുക്ക് ചർച്ചയിലേക്ക് വരാം. ആദ്യം പറഞ്ഞത് ഞാൻ വളരെ ഗൗരവത്തിൽ എടുക്കുന്നു. അത് തീർച്ചയായും ഞങ്ങളുടെ റിപ്പോർട്ടറോട് ഞാൻ ആവശ്യപ്പെടുന്നതായിരിക്കും. എന്താണ് അതിന്റെ വിശദീകരണം അദ്ദേഹം നൽകട്ടെ. അത് ഒന്നുകിൽ വാർത്തയായോ അതല്ലെങ്കിൽ അങ്ങയോട് നേരിട്ട് ഞാൻ പറയാം. നമുക്ക് ചർച്ചയിലേക്ക് വന്നാൽ 2025 ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയുമോ? തീർച്ചയായും ചർച്ച. Debate with Dr. Arun Kumar.